ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ മുണ്ടൂരാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് ഈ കാണുന്ന മതിൽ ഫ്രണ്ടേജ് ആണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. 6.75 സെന്റ് സ്ഥലം, 1150 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ളതാണ്. രണ്ടും അറ്റാച്ച്ഡ് ആണ്. ബോർവെല്ലും മലമ്പുഴ കണക്ഷനുമാണ് ഇതിനകത്തുള്ളത്. സ്റ്റെയർ കേസ് എല്ലാം ഉള്ളിൽ കൂടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ല, ഫ്രണ്ടേജ് ഇത്രയുണ്ട്. ഇപ്പോൾ ഈ മതിൽ കാണുന്നവരൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടി. കാറ് നിൽക്കുന്നത് ഉള്ളിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു സ്ഥലമുണ്ട്. അവിടേക്കുള്ള വഴിയാണ് കാണുന്നത്. കറക്റ്റ് മതിലാണ് നമ്മുടെ കറക്റ്റ് ബൗണ്ടറി വരിക. അവിടെ ഫൗണ്ടേഷൻ ഉണ്ട് താഴത്തിൽ കൂടെ. ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു വഴിയിൽ നിന്ന് ഉള്ളിലേക്ക് കാറ് കയറ്റാനുള്ള ഗേറ്റ് അവിടെയും കൊടുക്കാം കേട്ടോ. കുറച്ച് 2 തെങ്ങുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ പ്ലാവ്, മാവ്, അതേപോലെ പുളി, ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു 6.25 സെന്റിനകത്ത് എല്ലാം ഹൈബ്രിഡ് ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. നമുക്ക് ചുറ്റുവട്ടം ആദ്യം നോക്കിയിട്ട് വരാം കേട്ടോ. ഈ സൈഡിലൂടെ പോകുമ്പോൾ ഇവിടെ ഒരു കമ്പിവേലി, ഫ്രണ്ടിൽ മാത്രം മതിലുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് കമ്പിവേലിയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ഈ ഒരു സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. നല്ല മണ്ണാണ് കേട്ടോ. തൊട്ടടുത്തൊക്കെ ഉള്ള കൃഷിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല മണ്ണാണ്. ഇവിടെ നിന്ന് ഈ ഒരു സ്പേസ് കാണുന്നില്ലേ, ഇതുണ്ട്. ഇവിടെ മാവ്, പ്ലാവ് ഉണ്ട്. ഒക്കെ ചെറുത് തുടങ്ങി വെച്ച് കുറച്ച് വന്നിട്ടുള്ളൂ, ഹൈറ്റ് ആയിട്ടേ ഉള്ളൂ. അതുപോലെ ആ കുറ്റി കാണുന്നതാണ് നമ്മുടെ ബൗണ്ടറി വരിക കേട്ടോ. അതുവരയ്ക്ക് നമ്മുടെ സ്ഥലമുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അതുവരയ്ക്ക് നമ്മുടെ സ്ഥലമുണ്ട്. കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. പപ്പായ ആണല്ലേ. അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാനായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ ബാക്ക് സൈഡിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഇതുവരെയ്ക്കും ഉള്ളൂ കേട്ടോ. ഇത് വഴിയാണ് ശരിക്കും. ഈ കാണുന്ന പോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർ നിർത്തി അവിടെ നിന്നുള്ള വഴിയാണ്. ബാക്ക് സൈഡിലുള്ള പ്ലോട്ടിലേക്കുള്ള വഴിയാണ്. നമുക്ക് കറക്റ്റ് ഈ ഒരു വീടിനോട് ചേർന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് മാത്രം. മേലെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലൂടെ സ്റ്റെയറുള്ളതുകൊണ്ട് നമുക്ക് മേലേക്ക് കെട്ടാൻ ഈസി ആയിരിക്കും. ഇവിടെ ആലുവ അടുപ്പുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ കാർ നിൽക്കുന്നതിൻ്റെ അവിടെ കറക്റ്റ് ഫൗണ്ടേഷൻ നമുക്ക് ഇവിടെ താഴെ കാണുന്നുണ്ട്. ഈ ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ അതിരായിട്ട് വരിക കേട്ടോ. കറക്റ്റ് ഈ മതിലിൻ്റെ അവിടെ നിന്ന് റോഡിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു മതിലിൻ്റെ ലാസ്റ്റ് എൻട്രിയിൽ നിന്ന് താഴെ ഈ ഫൗണ്ടേഷൻ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ അതിര് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗേറ്റ് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് എൻട്രി ചെയ്യാൻ പറ്റും, കാറ് കയറാനുള്ള ഗേറ്റ്. അപ്പോൾ ഈ വഴിയിൽ നിന്ന് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഫ്രണ്ടിലെ മതിൽ പൊളിച്ചിട്ട് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടും വെക്കാം. ഈ സൈഡിൽ നിന്ന് വെക്കണമെങ്കിൽ ഇങ്ങനെയും വെക്കാം. 2 സൈഡിൽ നിന്ന് നമുക്ക് ഗേറ്റ് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ആൾറെഡി ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. എല്ലാം ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചാരുപടി കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഇത് വെച്ചിട്ട് ചാരുപടി കൊടുത്തിട്ട് ഇരിക്കാനുള്ള നല്ല സൗകര്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ്. TV യൂണിറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ. ഇവിടെ നമ്മൾ നേരെ കയറുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. സ്റ്റെയർ റൂം തന്നെയാണ്. അവിടെ തന്നെ ഡൈനിങ് സ്പേസും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് എല്ലാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് ബെഡ്റൂമിനകത്തൊക്കെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ടാകും. നമുക്ക് ജസ്റ്റ് ഡോറുകൾ, അലുമിനിയം ഫാബ്രിക്കേഷൻ എന്തെങ്കിലും ഡോറുകൾ കൊടുത്താൽ നമുക്കിവിടെ നല്ലൊരു അലമാരയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് 15x 10 ആണ്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബെഡ്റൂം വരുന്നത്. 2 ബെഡ്റൂം നമുക്ക് ഡൈനിങ് സ്പേസ് തന്നെയാണ് എൻട്രി വരുന്നത് കേട്ടോ. ഇത് അടുത്ത ബെഡ്റൂം. ഇത് 10x 10 എന്നുള്ള സൈസിലുള്ളത് കേട്ടോ. ഈ ഒരു ബെഡ്റൂം. ഇതിൽ നമുക്ക് ഷെൽഫും കാര്യം ചെയ്യാനുള്ള സ്പേസ് ഇവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് തന്നെയാണ് ഇതിലും ഉള്ള വാഷ്റൂം കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഷെൽഫ് നമുക്ക് ചെയ്യാം. കബോർഡുകളുടെ ആ ഡോറുകൾ മാത്രം കൊടുത്താൽ മതിയായിരിക്കും. ഇവിടെ നമ്മൾ നേരെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ് സ്പേസ് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ടുള്ള സ്പേസ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് വാഷ് ബേസിൻ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് കബോർഡോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇത് നമുക്ക് കിച്ചൺ സ്പേസ് വരുന്നുണ്ട്. വീട് ഫേസ് ചെയ്യുന്ന കിഴക്കോട്ടാട്ടോ. ഫ്രണ്ടിൽ തന്നെയാണ് കിച്ചൺ വരുന്നത്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്.
മേലെ എല്ലാം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസിൽ ആലുവാടുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിറകടുപ്പിനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നേരെ വെളിയിലോട്ട് നമ്മൾ കണ്ട ആ ഒരു സ്പേസ്, ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ കാണുന്ന കരിങ്കല്ലിട്ട് വെച്ചിട്ടില്ലേ, അതാണ് നമ്മുടെ ബൗണ്ടറി വരുന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വഴിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിലുള്ള സ്ഥലം കൂടി എടുക്കുകയാണെങ്കിൽ ഈ വഴിയും കൂടി നമുക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇതിൽ നമുക്ക് 6.25 സെൻറ്റ് സ്ഥലം ഓൾറെഡി ഉണ്ട് അല്ലേ. സ്പേസ് മേലെ എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് ഒരുപാടുണ്ട്. എല്ലാത്തിലും ഡോറുകളും കൂടി ഫിറ്റ് ചെയ്താൽ മൊത്തം വീടിൻ്റെ ഒരു പെയിൻറ്റിങ്ങും ആ ഡോറിങ് കഴിഞ്ഞ് സെറ്റപ്പാണ്. 2 വർഷം മാത്രമേ വീടിന് പഴക്കമുള്ളൂ. കെട്ടിയിട്ട് ഓൺലി 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. സ്റ്റെയർ കേസിലെല്ലാം സ്റ്റീലിൻ്റെ കൊടുത്തിരിക്കുന്നത്. മേലെ നമുക്ക് ഷീറ്റ് കൊടുത്തതുകൊണ്ട് നമുക്ക് ഇനി മേലെ റൂമുകൾ എടുക്കുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് സുഖമായിട്ട് നമുക്ക് കെട്ടി പൊക്കാനുള്ളതേ ഉള്ളൂ. ഇവിടെ അവർ ബെഡ് ഇടാനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ റൂമിൽ വരെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരാൾ കിടക്കേണ്ടതുകൊണ്ട് അത്രയും സ്പേസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് മേലെ റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഭാഗം വന്നിട്ട് കുട്ടികൾക്ക് സ്റ്റഡി റൂമായിട്ടോ എന്തിനാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്തെടുക്കാനും പറ്റും. ഓപ്പൺ ടെറസ് ഏരിയ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 2 ബെഡ്റൂമൊക്കെ എടുക്കാം. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഒലോക്കോട് ജംഗ്ഷനിൽ നിന്ന് 8 കിലോമീറ്റർ, KSRTC പാലക്കാട് നിന്ന് 13 കിലോമീറ്റർ, മുണ്ടൂർ ഹൈസ്കൂളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 850 മീറ്റർ മാത്രമേ ഉള്ളൂ. മണ്ണാർക്കാട് നിന്ന് നോക്കുകയാണെങ്കിൽ 26 കിലോമീറ്റർ. ഇതാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് വരുന്നത്. ITI മുണ്ടൂരിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ. ടോട്ടൽ ഉള്ളത് 6.25 സെൻറ്റ് സ്ഥലം, 1150 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂമും അറ്റാച്ച് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ബോർവെല്ലാണ് വെള്ളത്തിൻ്റെ സോഴ്സ്, അതുപോലെ തന്നെ മലമ്പുഴ കണക്ഷനും ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസിന് ആദ്യമേ പറഞ്ഞു 36 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.